നമസ്തേ. ഗൂഗിൾ പേയും അതുമാതിരി ഫോൺ പേ ഒക്കെ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്താൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ അക്കൗണ്ടിൻ്റെ പിൻ നമ്പർ നമ്മൾ ആരോടും പറയാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാൾക്ക് പണം അയക്കാൻ വേണ്ടി മാത്രമേ പിൻ നമ്പർ അടിക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് പണം വരുന്നതിന്, നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിക്കുന്നതിന് പിൻ നമ്പറിൻ്റെ ആവശ്യമില്ല. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം അയക്കാൻ മാത്രം, അതായത് ആർക്കെങ്കിലും പണം കൊടുക്കേണ്ട ആവശ്യത്തിന് മാത്രമാണ് ഇപ്പോൾ QR കോഡൊക്കെ സ്കാൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോകാനായിട്ട് മാത്രം. നമുക്ക് ആരെങ്കിലും പണം അയക്കുമ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പിൻ നമ്പർ, ഇപ്പം ഇത് നമ്മുടെ അക്കൗണ്ടൊക്കെ സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകളൊക്കെ നമ്മളോട് പറയുന്നുണ്ട്, അടിക്കടി നമ്മുടെ പിൻ നമ്പർ മാറ്റണം, അടിക്കടി നമ്മുടെ പിൻ നമ്പർ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജുകൾ അയക്കാറുണ്ട്. അത് മാറ്റണതോടൊപ്പം നമുക്ക് സ്വയം മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. അത് മാറ്റുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം വെച്ച് കഴിഞ്ഞാൽ അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് പിന്നെ അതുപോലെ തന്നെ നമ്മളൊരാൾക്ക് പണം അയക്കുകയാണെങ്കിൽ ആ പണം അയക്കുന്ന ആളുടെ ആ UPI ID, ആ വ്യക്തിയുടെ പേര് എന്നിവ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആ വിളിപ്പേര് ഒന്നായിരിക്കാം, അക്കൗണ്ടിലെ പേരൊന്നായിരിക്കാം. അത് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിട്ട് വേണം പണം അയക്കാനായിട്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ആർക്കെങ്കിലും പണം അയക്കുമ്പോൾ ആദ്യം ഒരു ചെറിയ എമൗണ്ട്, 1 രൂപ വരയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ചെറിയ എമൗണ്ട് അയക്കാം. ആ 1 രൂപ അയക്കുമ്പോൾ ആ പണം അയച്ചതിന് ശേഷം നമ്മൾ അയക്കേണ്ട വ്യക്തിക്ക് ആ പണം ലഭിച്ചോ എന്ന് വിളിച്ചു ചോദിച്ചിട്ട് ആ പണം കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം വലിയ എമൗണ്ടുകൾ അയച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പണമൊന്നും പോകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു പേരിൽ വളരെയധികം അക്കൗണ്ടുള്ള ആളുകളുണ്ടായിരിക്കും, പണം തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. മറ്റൊരു കാര്യം എന്താണെങ്കിൽ, നമ്മൾക്ക് പരിചയമില്ലാത്ത ഒരാളായിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഒരാളോട് ഒരിക്കലും നമ്മുടെ സ്ക്രീൻ ഷോട്ടൊക്കെ ഷെയർ ചെയ്യാണ്ട്, സ്ക്രീൻ ഷെയർ ചെയ്യാതെ കണ്ടുള്ള ഒരു അയക്കലൊക്കെ മതി. അല്ലെങ്കിൽ പണം പോകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോകാന്നുള്ളത് നമ്മളൊരു 101 പ്രാവശ്യം ഇതുപോലെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലത്. നമ്മുടെ പണം, അധ്വാനിച്ചുണ്ടാക്കിയ പണമൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കും, അല്ലെങ്കിൽ ഒക്കെ അത് ആരെങ്കിലുമൊക്കെ കഴിക്കും. ഓക്കെ, താങ്ക് യു.